പ്രിയ സഹപാഠികളെ, സാഹിത്യം വെറും വാക്കുകളുടെ ലോകമല്ല, അത് ചിന്തകളുടെ വിപ്ലവമാണ്, മനസ്സുകളുടെ സംഗമമാണ്. ഇന്നത്തെ ഈ വേദി ചർച്ചകളുടെയും ചിന്തകളുടെയും സൃഷ്ടിപരമായ സംവാദങ്ങളുടെയും വേദിയാണ്. ഈ സാഹിത്യോത്സവത്തിൻ്റെ ആദ്യ ദിന പരിപാടികൾ തുടക്കം കുറിക്കാം. ഇന്ന് വേദി മുല്ലയിൽ ആദ്യത്തെ സെഷൻ പുതിയ കാലം, പുതിയ എഴുത്ത്, പുതിയ വായന. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ MC അബ്ദുൽ നാസർ, R രാജശ്രീ, രമേശൻ K. MC അബ്ദുൽ നാസർ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ മലയാള വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൗൺസിൽ മെമ്പർ, കണ്ണൂർ സർവകലാശാല PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ അക്കാദമിക് കൗൺസിൽ മെമ്പറും കോഴിക്കോട് ഫാറൂഖ് കോളേജ് ഓട്ടോണമസ്, DGMES കോളേജ് മമ്പാട് ഓട്ടോണമസ് എന്നിവയിൽ UG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറുമാണ്. R രാജശ്രീ സമകാലിക മലയാള നോവൽ സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരിയാണ് R രാജശ്രീ. കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ടു സ്ത്രീകളുടെ കഥ, ആത്രേയകം എന്നീ നോവലുകളിലൂടെ സാഹിത്യരംഗത്ത് വലിയ സ്വീകാര്യത ലഭിച്ചു. കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിന് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഏകോപനം രമേശൻ K, അസിസ്റ്റന്റ് പ്രൊഫസർ റിട്ടയർഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം, മാനന്തവാടി ഗവൺമെൻറ് കോളേജ്. സെഷൻ ആരംഭിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു. പുതിയ കാലം, പുതിയ എഴുത്ത്, പുതിയ വായന എന്ന വിഷയത്തെ സംബന്ധിച്ച ഒരു ചെറിയ സംവാദമാണ്. കാലം നിശ്ചലമല്ലാത്തതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മുടെ വേഷം, ഭാഷ, ഭക്ഷണം, ചിന്തകൾ അവയ്ക്കൊക്കെ കാലത്തിൻ്റെ കയ്യൊപ്പുകൾ പലപ്പോഴും ചാർത്തപ്പെടുകയും മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഉൽപ്പന്നമായ സാഹിത്യത്തിനും മാറ്റങ്ങൾ ഉണ്ടായേ മതിയാകൂ. പഴയ എഴുത്തിൽ നിന്ന്, പഴയ ചിന്തകളിൽ നിന്ന്, പഴയ പ്രമേയത്തിൽ നിന്ന്, പഴയ പരിചരണത്തിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാറ്റങ്ങൾ അനിവാര്യമാണ്. പുതുകാലത്തെ വായനകളും പുതുകാലത്തെ എഴുത്തുകളും പഴയതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അഭിരുചികളുടെയും ചിന്തകളുടെയും ഭാഷയുടെയും സദാചാര സംഹിതകളുടെയും രേഖീയ മാനങ്ങളുടെയും കണ്ണാടികൾ ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഉത്തരാധുനികതയിൽ ആധുനികത പരാമർശിക്കാത്ത അദൃശ്യരായ വ്യക്തികൾ ദൃശ്യപ്പെടുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. പ്രകൃതി, ട്രാൻസ്ജെൻഡർ, സ്ത്രീ, ദളിത് ലോകങ്ങൾ ഏറ്റവും ശക്തമായി വരുന്നൊരു കാലഘട്ടം കൂടിയാണ് പുതുകാല എഴുത്തുകൾ. പുതുകാല എഴുത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയം എനിക്ക് തോന്നുന്നത് നോവലാണ്. നോവലിൻ്റെ ഒരു മലവെള്ളപ്പാച്ചലിലാണ് നാം നിൽക്കുന്നത്. മുമ്പ് കവിതകളായിരുന്നു. ദിനംതോറും കവിതകൾ ഇറങ്ങുന്നൊരു കാലഘട്ടം അസ്തമിക്കുകയും പകരം നോവലുകൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. പതിവ് നോവലിസ്റ്റുകളുടെ കൂടെ തന്നെ ചിത്രകാരന്മാർ, പ്രകൃതി നിരീക്ഷകർ, വിമർശകർ അവരൊക്കെ നോവൽ ലോകത്തേക്ക് കടന്നു വരുന്ന കാഴ്ച ഏറ്റവും ശ്രദ്ധാർഹമാണ്. നോവലിൻ്റെ എഴുത്തിൽ തന്നെ രണ്ട് തരം കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഗൗരവമുള്ള എഴുത്തുകൾ. സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ പോലെ, സാറ ജോസഫിൻ്റെ കലാച്ചിയെ പോലെ, രാജശ്രീയുടെ ആത്രേയങ്ങ് പോലുള്ള ഗൗരവപൂർണമായ എഴുത്തുകൾക്ക് സമാന്തരമായി തന്നെ ജൻസിയെ തൃപ്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് പോലുള്ള, റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള, നഫീസ പോലുള്ള, കറുത്തച്ഛൻ പോലുള്ള കൃതികളും സമാന്തരമായി ഒഴുകുന്നു. എഴുത്ത് രണ്ട് ചാലിലേക്ക് പോകുന്നു. ഒന്ന് നല്ലതെന്നും മറ്റൊന്ന് തീയതെന്നും വിവേചിക്കേണ്ടതില്ല.
വായന ഒരുപോലെ ഒഴുകിപ്പോകേണ്ട ഒന്നാണ്. നോവലിൻ്റെ പ്രത്യേകത പോലെ തന്നെയാണ് ആത്മകഥനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നാം കാണുന്നത്. എച്ച്.എം. കുട്ടിയുടെ ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ്, എടുത്തുകൊള്ളുക എന്നത്, സംഗീത ചേനമ്പള്ളിയുടെ ഉടൽ പണിയുന്ന തടവറയ്ക്കുള്ളിൽ, ജോളി ചെറിയത്തിൻ്റെ നിന്ന് കത്തുന്ന കടലുകൾ, സംഗീതയുടെ ഉടൽ പണിയുന്ന തടവറയ്ക്ക് സമാന്തരമായി തന്നെ സിന്ധു മാങ്കാണിയൻ്റെ ഇടനെഞ്ചലിൻ്റെ ഉച്ചാലു മാസങ്ങൾ തുടങ്ങിയ ആത്മകഥനങ്ങൾ, അതുവരെ നാം കേൾക്കാത്ത, അറിയാത്ത, ദൃശ്യപ്പെടാത്ത ജീവിതത്തെക്കുറിച്ചുള്ള എഴുത്തുകളായി മാറുന്നു. കവിതയുടെ ലോകത്തേക്ക് പോവുകയാണെങ്കിൽ ഗിരിജാ പാതേക്കര പറഞ്ഞ പോലെ, ഞാൻ പിറന്നതേയുള്ളൂ, നടന്നു തുടങ്ങുന്നതേയുള്ളൂ, ഇനിയുള്ള കാലം എൻ്റേതാണ് എന്ന് പറയുന്ന സ്ത്രീ ഒരു കാഴ്ച വസ്തുവായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറുകയും സ്ത്രീ കാഴ്ചക്കാരിയാവുകയും സ്ത്രീ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച എഴുത്തുകളിൽ ഉടനീളം കാണുന്നു. കഥകളാകട്ടെ, നോവലാകട്ടെ, ആത്മകഥനങ്ങളാകട്ടെ വ്യത്യസ്തമായ ധാരയിലേക്ക് പോവുകയാണ്. വായനയുടെ ഒരു പുതുകാലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതുകാല നോവലുകളെക്കുറിച്ച് രാജശ്രീ ചെറുക്ക് എന്താണ് പറയുവാനുള്ളത്? നമസ്കാരം. ഒരു വർഷം ചിലവാക്കിയൊരു ഇടമാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വർഷം. അപ്പോൾ അതുകൊണ്ട് നാടെങ്ങും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളാണ്. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് ആർട്സ് കോളേജിൻ്റെതാണ്. അപ്പോൾ ആ ഒറ്റ കാരണം മതി എനിക്ക് ഇവിടെ വരാനും ഇവിടുത്തെ കുട്ടികളുടെ സന്തോഷത്തിലും സുഹൃത്തുക്കളുടെ ഈ ഒരു തിരക്കിലും പങ്കുചേരാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ഷണത്തിന് നന്ദി. കഴിഞ്ഞ തവണ വന്നതാണ്. പൊതുവെ ഒരു തവണ പോയ ഇടം വീണ്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ഔചിത്യം. ആ ഔചിത്യം കാണിക്കാതിരുന്നതിൻ്റെ പുറകിൽ ഇവിടെയുള്ള കുറേ പ്രിയപ്പെട്ടവരെ കാണുക എന്ന് പറയുന്നൊരു സ്വാർത്ഥത കൂടിയുണ്ട്. അത് സാധിച്ചു തന്നതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സാഹിത്യത്തോട് താല്പര്യമുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതില്ലെന്ന് തോന്നുന്നു. രമേശ് മാഷ് ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ട് നോവൽ എന്നൊരു ചോദ്യം ചോദിച്ചു വിട്ടിട്ടുണ്ട്. നോവലിനെ കുറിച്ച് എപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം H.G. വെൽസ് പറഞ്ഞിട്ടുള്ളൊരു വലിയ നിർവചനമുണ്ട്. മാഹാത്മ്യമേറിയ കീറച്ചാക്ക് എന്നാണ്. മാഹാത്മ്യമേറിയ ഒരു കീറച്ചാക്കാണ് നോവൽ. അപ്പോൾ കീറച്ചാക്ക് എന്ന് പറയുന്ന പദവും മാഹാത്മ്യവും കൂടി ഒത്തുപോവില്ല. പക്ഷേ നോവലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള നിർവചനങ്ങളിൽ ഒന്നാണ് അത്. എന്തുകൊണ്ടാണ് നോവൽ ഉണ്ടാവാൻ ഗദ്യത്തിൻ്റെ ആവിർഭാവം വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം മനുഷ്യൻ്റെ ചിന്തയെ അതേ ഗ്രാവിറ്റിയോടുകൂടി ഉൾവഹിക്കാൻ പറ്റുന്നത് ഗദ്യത്തിനാണ്. ഒരു പക്ഷേ പദ്യം ഗദ്യത്തെക്കാൾ പഴക്കമുള്ള വ്യവഹാര രൂപമായിരിക്കാം. പക്ഷേ ഗദ്യത്തിന് സാധിക്കുന്നത് പോലെ മനുഷ്യരുടെ ചിന്തയെയും ജീവിതത്തിൻ്റെ ദാർശനിക മാനങ്ങളെയും ഉൾക്കൊള്ളാൻ പദ്യത്തിന് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഗദ്യത്തിൻ്റെ ആവിർഭാവം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏത് തരത്തിലുള്ള കഥാകഥനങ്ങളിലേക്കും സഞ്ചരിക്കാൻ ഗദ്യത്തിൻ്റെ വളർച്ചയും വികാസവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുമുണ്ട്. സാഹിത്യ വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന പേപ്പറുകളൊന്ന് വെറുതെ മനസ്സിലാലോചിച്ച് നോക്കി നമുക്കത് മനസ്സിലാവും. ഗദ്യത്തിൻ്റെ വളർച്ചയും വികാസവും എന്നൊരെണ്ണം വെറുതെ മടുപ്പിക്കാൻ വേണ്ടി ഇടുന്നൊരു പേപ്പറല്ല. അങ്ങനെയൊക്കെയാണ് മനുഷ്യർ ചിന്തിക്കുകയും പദ്യത്തിലല്ലാതെ ചിന്തിക്കുകയും ചിലതൊക്കെ എഴുതാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. പദ്യം ഗദ്യം എന്നുള്ളൊരു വ്യാവഹാരിക വേർതിരിവിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. എങ്ങനെയാണ് നോവലിൻ്റെ വളർച്ചയിൽ, അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിൻ്റെ ആവിർഭാവത്തിൽ ഗദ്യം എന്ത് ചെയ്തു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചു മുമ്പേ വെൽസിൻ്റെ നിർവചനം പറഞ്ഞത്. അത് മാഹാത്മ്യമേറിയ ഒരു കീറച്ചാക്കാണ്. അതിലെന്ത് നിറയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്ത് നിറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ഒരു പരിധിവരെ ഇന്നും, ഒരു പക്ഷേ 2025 വരെയും നോവലിനെ കുറിച്ചുള്ള ചർച്ചകൾ കുടുങ്ങിക്കിടക്കുന്നത്. അത് ഇന്ദുലേഖ മുതലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ഇന്ദുലേഖയിൽ ഒരു 18-ാം അധ്യായമുണ്ട്. അത് ശപിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഓർക്കാം. എന്തിനാണ് കോൺഗ്രസിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചും കമ്പിത്തപാലിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചും റെയിൽവേയുടെ വളർച്ചയെക്കുറിച്ചും ഇന്ദുലേഖ പോലത്തെ ഒരു നോവലിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്? ആ അധ്യായം ഒഴിവാക്കിയാൽ ആ നോവലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ നോവലിൻ്റെ രൂപഭദ്രത എന്നുള്ളത്, അതിൻ്റെ ശില്പഭംഗി എന്നുള്ളത് ആ 18-ാമത്തെ അധ്യായം ഇല്ലായ്മ ചെയ്യുന്നില്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് വെൽസിൻ്റെ അതൊരു മാഹാത്മ്യമേറിയ കീറച്ചാക്കാണ് എന്ന നിർവചനം. മാഹാത്മ്യം എന്ന് പറയുന്നത് ഉദ്ധരണിയിലാണ്. ഓരോ കാലത്തും ആ വാക്കിൻ്റെ ആഴം
അതിൻ്റെ അർത്ഥമാനങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ നോവലെന്ന് പറയുന്നൊരു സാഹിത്യ രൂപത്തിനകത്ത് സാധാരണ മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു ഇടമായിട്ട് അത് പരിവർത്തിക്കപ്പെട്ട് വന്നതിന് ശേഷമാണ് ഇന്നുള്ള ഗൗരവം അതിന് കൈവന്നത്. ഇന്ദുലേഖ ഒരു നോവലാവുകയും കുന്തലത അങ്ങനെ അല്ലാതായിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും എന്താണ് നോവലിൻ്റെ സ്വഭാവം. ഇന്ദുലേഖയിൽ ഒരു ദേശം കാണാം, ഇന്ദുലേഖയിൽ കുറേ മനുഷ്യരുടെ ജീവിതങ്ങൾ കാണാം, അവർ ജീവിതത്തോട് ഇടപെടുന്ന രീതികൾ കാണാം. ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് അണുകുടുംബത്തിൽ അവസാനിക്കുന്ന ഒരുപക്ഷെ കേരളീയ ആധുനികതയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു വികാസ ചരിത്രം ഇന്ദുലേഖയിൽ കാണാൻ പറ്റും. പക്ഷേ കുന്തലതയിലെ കഥ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് സ്ഥാപിക്കാം. കുന്തലതയെ നമുക്ക് എന്തും ചെയ്യാം. അതായത് അത് ഒരു നോവൽ എന്നുള്ള നിലയിൽ സുഭദ്രമായ ഒരു ആഖ്യാനമാകുന്നില്ല. ചന്തുമേനോൻ ആരായിരുന്നാലും, അതായത് എഴുത്തുകാരൻ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ സ്വത്വം എന്ത് തന്നെ ആയിരുന്നാലും, മുൻസിഫായിരുന്നാലും എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ നോവലിൽ ആ ഒരു ചിന്ത ഒരു പരിധിവരെയെങ്കിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ഹിന്ദു വിവാഹ നിയമ പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ ഇന്ദുലേഖയിൽ കാണാം. അതേസമയം ഇന്ദുലേഖ എന്ന കഥാപാത്രം സമ്പൂർണ്ണമായിട്ട് ഫിക്ഷനെ അനുസരിക്കുന്ന ഒരു കഥാപാത്രവുമാണ്. അത്തരത്തിലൊരു തീയ സ്ത്രീ മലബാറിലൊന്ന് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതേസമയം കുന്തലതയുടെ കാര്യത്തിലാണെങ്കിലും, അതായത് ബാങ്കുകൾ സ്ഥാപിക്കുകയും വ്യവസായം എന്ന് പറയുന്നത് മനുഷ്യ പുരോഗതിക്ക് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് വിചാരിക്കുകയും ചെയ്തിരുന്നൊരു നോവലിസ്റ്റ് എഴുത്തിലേക്ക് അത്തരം ചിന്താഗതികളെയൊന്നും കൊണ്ടുവന്നുമില്ല. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ എഴുത്താളിന് ഉള്ള സാമൂഹിക പ്രതിബദ്ധത എന്നൊരു ഘടകം കൂടി ആവാം ഇന്ദുലേഖയെ നോവലാക്കുന്നതും കുന്തലതയെ അതല്ലാതാക്കി തീർത്തതും. അപ്പം അതുകൊണ്ട് നോവലിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണന അത് മനുഷ്യ കഥാനുഗായി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാലദേശങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ കഥ പറയുകയും മനുഷ്യർ വ്യവഹരിക്കുന്ന ജീവിതാന്തരീക്ഷത്തെ ദാർശനികമായി സമീപിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നോവലിന് ചെയ്യാവുന്ന ആദ്യത്തെ പണി. ഒരു പക്ഷേ ഏതാണ് നല്ല നോവൽ, ഏതാണ് അല്ലാത്ത നോവൽ എന്നുള്ള ചോദ്യത്തിനും ഉത്തരം കിട്ടാൻ അത് മതിയെന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു പ്രതലത്തിൽ നിന്ന് പറിച്ചെടുത്ത് എവിടെയും കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ അവിടെ മുളയ്ക്കുന്ന മൂടില്ലാത്താളികൾ പോലുള്ള ആഖ്യാനങ്ങളുണ്ട്. അതല്ലാതെ തന്നെ ഒരു തരത്തിലും അതിൻ്റെ ദേശമോ കാലമോ മനുഷ്യരുടെ ജീവിതമോ വേർപെടുത്തി എടുത്തു കഴിഞ്ഞാൽ നിലനിൽക്കാത്ത തരത്തിലുള്ള ആഖ്യാനങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ നിന്ന് അതിൻ്റെ കഥയെ മാത്രം വേർപെടുത്തി എടുക്കാൻ സാധ്യമല്ല. ഖസാക്ക് എന്ന് പറയുന്നത് അതിനകത്തുള്ള മുഴുവനും ജൈവികതയോടുകൂടി, അതിനകത്തുള്ള ഫ്ലോറയായാലും അതിൻ്റെ ഫോണ ആണെങ്കിലും അതിനകത്തുള്ള കേരളീയ ആധുനികതയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട്, ഐതിഹ്യമാണെങ്കിലും മിത്തുകളാണെങ്കിലും ഒക്കെയും ഒന്നിച്ച് കൂടി ഏറ്റവും സമ്പൂർണ്ണമായിട്ടുള്ള വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സാഹിത്യ സൃഷ്ടിയായിട്ട് നിലനിൽക്കും. അതേസമയം നിങ്ങളിൽ പലരും പ്രതിലിപി പോലുള്ള സൈറ്റുകളിൽ വായിക്കുന്ന കഥകൾ മുഴുവനും അവിടുന്ന് പറിച്ച് എവിടെ കൊണ്ടുവന്ന് നട്ടാലും അവിടെ മുളയ്ക്കും. പക്ഷേ ആദ്യത്തെ മഴയ്ക്ക് അതില്ലാതാവുകയും ചെയ്യും. ഖസാക്ക് നിലനിൽക്കുന്നതും മറ്റു പലതും നിലനിൽക്കാതിരിക്കുന്നതും അതുകൊണ്ടാണ്. വായനയിലുള്ള ചില രുചിഭേദങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആദ്യം ഇത്രയും പറയുന്നു. താങ്ക് യു. രാജശ്രീ ടീച്ചർ നോവലിൻ്റെ ഒരു ചരിത്രവും എന്തുകൊണ്ട് നോവൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം എഴുതപ്പെടുകയും അതേപോലെ വായിക്കപ്പെടുകയും ചെയ്യുന്നെന്ന് സൂചന നൽകുകയുണ്ടായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, 2 തരം നോവലാണ് പുതുകാലത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, സന്തോഷ് കുമാറും രാജശ്രീയും സാറ ജോസഫും ഒക്കെ എഴുതുന്ന ഗൗരവതരമായ എഴുത്ത്, പരിചരണത്തിലാകട്ടെ ആഖ്യാനത്തിലാകട്ടെ വിഷയത്തിലാകട്ടെ. എന്നാൽ ഇതിന് സമാന്തരമായി തന്നെ അഖിലിൻ്റെയും അതേപോലെ നിമ്നയുടെയും എഴുത്തുകളുണ്ട്. ഈ എഴുത്തുകളാണ് കുട്ടികൾ ഏറ്റവും അധികം സ്വീകരിക്കപ്പെടുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങളൊക്കെ വായിക്കുന്നത് അതായിരിക്കാം. തപോമയുടെ അച്ഛൻ വായിക്കാത്ത കുട്ടി തീർച്ചയായിട്ടും ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും നിന്നോടും റാം കെയർ ഓഫ് ആനന്ദിയും വായിച്ചിട്ടുണ്ട്. ഇത്തരം എഴുത്തുകൾക്ക് സ്വാഭാവികമായി നമുക്ക് പഠനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു നിരൂപകൻ എന്ന നിലയിൽ എന്തുകൊണ്ടായിരിക്കാം ഇത്തരം റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള കൃതികൾക്കും നിമ്നയുടെ കൃതികൾക്കും പഠനം ഇല്ലാതിരിക്കുകയും എന്നാൽ ആത്രേയം പോലുള്ള തപോമയുടെ അച്ഛൻ പോലുള്ള കൃതികൾക്ക് പഠനം ഉണ്ടാവുകയും ചെയ്യുന്നത് നസർ സാറുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ വായനയെ സംബന്ധിച്ച്, പുതിയ കാലത്തെ വായനയെ സംബന്ധിച്ച് നമ്മൾ
ഇത്തരം ഇപ്പോൾ രമേശ് മാഷ് സൂചിപ്പിച്ച പോലുള്ള നോവലുകളെ പൊതുവെ നമ്മൾ ജൻസി നോവലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാ നോവലുകളിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇവ ജനപ്രിയമാവുന്നു, എന്തുകൊണ്ട് ഇത്രമേൽ അധികം കോപ്പികൾ വിറ്റുപോകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒന്നാലോചിച്ചാൽ യഥാർത്ഥത്തിൽ നിമ്ന വിജയിൻ്റെയോ അല്ലെങ്കിൽ അഖിൽ പി ധർമ്മജൻ്റെയോ കൃതികൾ മാത്രമല്ല മലയാളത്തിൽ വിറ്റുപോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ തന്നെ ഈ വായനയുടെ ഒരു സ്വഭാവത്തിലും തരത്തിലുമൊക്കെ വന്നിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ വായന വലിയ തോതിൽ മാർക്കറ്റിനാൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. വിശേഷിച്ചും ഈ ആഗോളവൽക്കരണമൊക്കെ നടന്ന ഒരു സമയത്ത്, അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിൽ 90കളുടെയൊക്കെ അവസാനം തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആശയമാണ് ഈ ഹോമോജനൈസേഷൻ ഓഫ് ടേസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആഗോളതലത്തിലുള്ള മനുഷ്യരുടെ മുഴുവൻ രുചികൾ എങ്ങനെയാണ് സമാനമായി തീരുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ന് 2020 ശേഷം ഹോമോജനൈസേഷൻ ഓഫ് റീഡിങ്ങിനെ കുറിച്ച്, അതിൽ മാർക്കറ്റിൽ എത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഒക്കെ വലിയ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വായന നമുക്കെല്ലാവർക്കും സ്വീകാര്യമായ ചില ചേരുവകൾ വായനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ചേരുവകളുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നോവലുകളായി, കഥകളായി, ആത്മകഥകളായി, യാത്രാവിവരണങ്ങളായി ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ, ഒരുപക്ഷെ മലയാളത്തിലൊക്കെ ഉള്ള ഏറ്റവും വലിയ വായനക്കാരൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന എഴുത്തുകാരിൽ ഒരാളാണ് നോർവീജിയൻ എഴുത്തുകാരനായ നോസ്ഗാർഡ്. നോസ്ഗാർഡ് ലോകത്തിലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കണ്ടംപററി നോവലിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒരു അഗ്രശ്രേണിയിൽ നിൽക്കുന്ന ഒരാളാണ്. നോസ്ഗാർഡിൻ്റെ മൈ സ്ട്രഗിൾസ് എന്ന് പറയുന്ന നോവൽ 2014 മാത്രം നോർവേയിൽ 5 ലക്ഷം കോപ്പികളാണ് വിറ്റുപോകുന്നത്. 5 ലക്ഷം കോപ്പികൾ എന്ന് വെച്ചാൽ നോർവേയിലെ ജനസംഖ്യയെ നമ്മൾ ഹരിച്ചാൽ, ഈ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഏതാണ്ട് 9 ഒരാൾ ഒരു കോപ്പി വീതം വാങ്ങിക്കുന്നുണ്ടെന്നർത്ഥം. അപ്പോൾ വായനയുടെ വൈപുല്യം ഒന്ന് ആലോചിക്കണം. നോസ്ഗാർഡിനെ പോലെ ഒരുപക്ഷെ അത്രമേൽ ആഴമുള്ള, ജീവിതത്തെ അത്രമേൽ ആഴത്തിൽ പരിശോധിക്കാൻ കെൽപ്പുള്ള ഓട്ടോഫിക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിക്ഷനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട, ഇന്നൊരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖ അതിമനോഹരമായി അല്ലെങ്കിൽ അതിസാമർത്ഥ്യത്തോട് കൂടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നോവലിസ്റ്റിൻ്റെ രചന നോർവേയിലെ 9 ആളുകൾ വായിക്കുന്നു, പുസ്തകം വാങ്ങി വായിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വായനയുടെ തോതിലുണ്ടായൊരു വലിയ മാറ്റത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ നിമ്ന വിജയുടെയും അഖിൽ പി ധർമ്മജൻ്റെയും നോവലുകൾ എന്തുകൊണ്ടാണ് ഇത്ര അധികം പതിപ്പുകൾ ഇറങ്ങുന്നത് എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ആ നോവലിൻ്റെ ഘടനയിൽ തന്നെ അതിനുള്ളൊരു ഉത്തരവുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നോവലിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരുകൾ തന്നെ, അതിനെ ഇട്ട് വിളിച്ചിരുന്ന പേര് തന്നെ ജൻസി നോവലുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാ നോവലുകൾ എന്നായിരുന്നല്ലോ. ഈ ജൻസി തലമുറയെക്കുറിച്ച് യൂറോപ്പിലെ ജൻസി തലമുറയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു മക്കിൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സർവേ ഉണ്ട്. ആ സർവേയുടെ ഒരു ഫലം അനുസരിച്ചിട്ട് ഈ തലമുറയുടെ സവിശേഷതകളായിട്ട്, ജൻസി തലമുറയുടെ സവിശേഷതകളായിട്ട് അവർ എണ്ണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്സ്, അതുപോലെ ഈ സെക്ഷൽ ഫ്ലൂയിഡിറ്റിയുടെ, ജെൻഡർ ഫ്ലൂയിഡിറ്റിയോടുള്ള ഒരു ആഭിമുഖ്യം. ജെൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ കൃത്യമായി റിജിഡായിട്ട് ആണ് പെണ്ണ് എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫ്ലൂയിഡിക് ജെൻഡറിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ളൊരു താല്പര്യം, അതുപോലെ ഈ ഷോർട്ട് സ്പാൻ ഓഫ് അറ്റൻഷൻ, വളരെ കുറച്ച് മാത്രം ഒരു കാര്യത്തിൽ ശ്രദ്ധ ഊന്നാനുള്ള കഴിവ്, അതിനപ്പുറത്തേക്ക് വളരെ ദൈർഘ്യമേറിയ, ഇപ്പോൾ ഈ 1 മണിക്കൂർ ഇതുപോലത്തെ ഒരു സെഷൻ ഒരിക്കലും ഒരു ജൻസി കുട്ടിയുടെ മനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഷോർട്ട് സ്പാൻ ഓഫ് അറ്റൻഷൻ, ഇതുപോലുള്ള കാര്യങ്ങളാണ് പൊതുവെ ഈ തലമുറയുടെ പ്രത്യേകതകളായിട്ട് മക്കിൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർവേയിൽ കണ്ടെത്തുന്നത്. അത് വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ അഖിൽ പി ധർമ്മജൻ്റെയും നിമ്ന വിജയുടെയും നോവലുകൾ, ഇപ്പോൾ മാഷ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയുന്നത്, ആ നോവലുകളുടെ ഒരു ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ആഖ്യാനം എന്ന് പറയുന്നത്, ആ ഫിക്ഷൻ്റെ ഒരു ആഖ്യാനം എന്ന് പറയുന്ന ഒരർത്ഥത്തിലൊരു തരംഗരൂപത്തിലാണ്. ഒരു സംഭവം, ആ സംഭവത്തിൽ നിന്ന് ആ സംഭവം നമുക്ക് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ ആഖ്യാനം, അത് കഴിഞ്ഞ് നേരെ താഴെ സമനിരപ്പിലേക്ക്, കഥയുടെ സമനിരപ്പിലേക്ക് വരും, വീണ്ടും പുതിയൊരു സംഭവത്തിലേക്ക്, പിന്നെയും സമനിരപ്പിലേക്ക്, പിന്നെയും പുതിയൊരു തരംഗരൂപം, ഇങ്ങനൊരു വേവ് പോകുന്നത് പോലെയാണ്, ഒരു തരംഗരൂപത്തിലാണ് അതിൻ്റെ ആഖ്യാനം.
എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ റീലുകൾ എങ്ങനെയാണോ, നമ്മൾ ഒരു റീൽ, ആ റീലിൻ്റെ കൗതുകം, അത് കഴിഞ്ഞ് നമ്മൾ സമനിരപ്പിലേക്ക് വന്ന് അടുത്ത റീലിലേക്ക് കടക്കുന്നു, വീണ്ടും അടുത്ത റീലിലേക്ക്, ഇങ്ങനെ ഒരു റീലുകളിലേക്ക് 20 സെക്കൻഡ് മാത്രം നീളുന്ന റീലുകളിലൂടെ എങ്ങനെയാണോ നമ്മുടെ പുതിയ തലമുറ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ഏതാണ്ട് അതിന് സമാനമായ അങ്ങേയറ്റം കൗതുകകരമായ സംഭവങ്ങളുടെ പരമ്പര തരംഗരൂപത്തിൽ ആവർത്തിക്കുന്ന ഒരു രീതിയിലാണ്. അത് പലപ്പോഴും ഒന്നുമായി കൃത്യമായ നേരിട്ടുള്ള ബന്ധമുണ്ടായിരിക്കണം എന്നില്ല അടുത്ത സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവപ്രധാനമായ ഒരു സംഭവത്തിൻ്റെയും ആഴങ്ങളിലേക്കോ അതിൻ്റെ ആധികാരികതയിലേക്കോ പോകുന്നില്ല, ഒരു സംഭവവും ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ആ സംഭവത്തിൻ്റെ കൗതുകം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത സംഭവത്തിൻ്റെ കൗതുകത്തിലേക്ക് വായനക്കാരെ എടുത്തെറിയുന്ന അത്തരത്തിലുള്ള ഒരു തരംഗരൂപത്തിലുള്ള ആഖ്യാനമാണ് ഈ നോവലുകളിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ വളരെ സവിശേഷമായി ഒരുപക്ഷെ ഏറ്റവും പുതിയ തലമുറ ഈ 2 നോവലുകളും ഇത് വായിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ 2 നോവലുകളുടെയും ഒരു സവിശേഷ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. 2 നോവലുകളും ആരംഭിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അഖിൽ പി ധർമ്മജൻ്റെ നോവൽ ചെന്നൈയിലേക്ക് പോകുന്ന തീവണ്ടി കാത്തു നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ, മറ്റേ നിമ്ന വിജയുടേത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഈ ചെന്നൈ, ബാംഗ്ലൂർ എന്ന് പറയുന്ന മഹാനഗരങ്ങൾ കേരളത്തിലെ പുതിയ യുവതലമുറയുടെ മുമ്പിൽ വയ്ക്കുന്ന ചില മോഹദേശങ്ങളായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി ഈ നോവൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന വളരെ ശക്തമായ പരമ്പരാഗത സദാചാര ബോധം, പരമ്പരാഗതമായ ഒരു സാംസ്കാരിക സ്ഥലിയായിട്ട് കേരളം ഇപ്പോഴും നിലനിൽക്കുന്നത്, അതിൽ നിന്ന് തീർച്ചയായും മുക്തമായ, അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുറേ കൂടി ഒരു ആഗോള സ്വഭാവമുള്ള ചില ആഗ്രഹദേശങ്ങൾ നമ്മുടെ കുട്ടികളെ മോഹിപ്പിക്കുന്നുണ്ട്. ഈ ദേശങ്ങളിലേക്ക് പോകുന്നവരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരിക്കലും ഈ കേരളത്തിൻ്റെ ഈ ഒരു സാമൂഹ്യ ശ്രേണീകരണം, അതിനകത്ത് പ്രവർത്തിക്കുന്ന സാംസ്കാരികമായ അതിരുവേലികൾ, ഇവയൊന്നും അവർക്ക് ബന്ധനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ആവുന്നില്ല. അതിനപ്പുറത്ത് ആ കുട്ടികൾ അവിടെ കുറേ കൂടി വിശാലമായ മനുഷ്യബന്ധങ്ങളിലേക്കും കുറേ കൂടി വിശാലമായ വൈകാരികതകളിലേക്കും ഒക്കെ, വിശാലമായ വൈകാരികത എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെപ്പോഴും സങ്കുചിതമായ വൈകാരികതയിലാണ് നമ്മൾ നല്ല വൈകാരികതയായിട്ട് നമ്മൾ എണ്ണാറുള്ളത്. അങ്ങനെയല്ലാതെ വിശാലമായ വൈകാരികതകളിലേക്ക് നീങ്ങുന്ന, മലയാളിക്ക് അത്ര പരിചയമില്ലാത്ത വൈകാരികതകളിലേക്ക് നീങ്ങുന്ന കുട്ടികൾ അതിനകത്ത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മാറിയ ഭാവുകത്വത്തോട്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് സവിശേഷമായൊരു ഭാവുകത്വം ഉണ്ടെന്ന് പറയുന്നത് അത്ര തർക്കമറ്റൊരു സംഗതിയല്ല. പക്ഷേ എങ്കിൽ പോലും ചില സവിശേഷതകൾ എല്ലാ തലമുറകളിലും അവർക്ക് തനതായി ഉണ്ടാവും. അത്തരത്തിൽ ഒരു പക്ഷേ ഈ ജൻസി തലമുറയ്ക്ക് സവിശേഷമായുള്ള ചില ഭാവുകത്വ സവിശേഷതകളോട് ഈ നോവലുകൾ സവിശേഷമായി തന്നെ ബന്ധപ്പെടുകയും അവയോട് പൊരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും ഈ നോവലുകളെ വായിപ്പിക്കുന്നതിൽ, നമ്മൾ സാധാരണഗതിയിൽ ഈ നോവൽ വായിക്കുക എന്ന് പറയുന്നത് വലിയ ശ്രദ്ധ ആവശ്യമുള്ളൊരു ജോലിയാണ്. വായിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ടും ആ നോവൽ വായനയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും നമ്മൾ അതിനെ പിന്തുടരേണ്ടി വരും. നമ്മൾ ആ കഥ നമ്മളെയും അത് പിന്തുടരും. അപ്പോൾ അത്തരത്തിലൊരു അല്പം ശ്രദ്ധ ആവശ്യമുള്ള ഒരു ജോലിയാണ് നോവൽ വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഓഫ് അറ്റൻഷനുള്ള ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം നോവൽ വായന ഒട്ടും ആകർഷകമാകാൻ സാധ്യതയില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ നോവലുകൾ ആകർഷകമാകുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പുതുകാല എഴുത്തുകൾ എന്തുകൊണ്ട് പുതുതലമുറ എത്ര സ്വീകരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി നാസർ സാർ പറയുകയുണ്ടായി. മുമ്പ് നമ്മുടെ കൃതികളിൽ നിന്നും അത്രമാത്രം ദൃശ്യവൽക്കരിക്കാത്ത ഒന്നായിരുന്നു ലൈംഗിക ന്യൂനപക്ഷങ്ങൾ. ക്യൂർ പൊളിറ്റിക്സിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ദുരന്ത സമാനമായ രീതിയിലാണ് പല എഴുത്തുകളും കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ പുതുകാല എഴുത്തുകളിൽ നിമ്നയുടെ കൃതിയിൽ ഗേ ബന്ധത്തെ എത്ര സുഗമമായി കൊണ്ടുപോകുന്നു എന്നതും, ജിജേഷ് ഭാസ്കറിൻ്റെ ഊയിഷിൽ ലെസ്ബിയൻ ബന്ധം സുഗമമായ രീതിയിൽ മംഗളകരമായ ഒരു പര്യവസാനത്തിലേക്ക്, അതൊരു സ്വപ്നം മാത്രമാണെങ്കിൽ കൂടിയും ആവിഷ്കരിക്കുമുണ്ട്. എന്നാൽ മുമ്പുള്ള കൃതികളിൽ ഇത്തരം കഥാപാത്രങ്ങളെ നാം അടയാളപ്പെടുത്തുന്നത് ദുരന്തത്തിൻ്റെ, അവഹേളനത്തിൻ്റെ ചിത്രം ചാർത്തിക്കൊണ്ടാണ്. ക്യൂർ പൊളിറ്റിക്സിൻ്റെ തലം തന്നെ അനാവരണം ചെയ്യുന്ന ആത്രേയത്തിലെ നിരമിത്രനെ നമുക്ക് പരിചിതമാണ്. നിരമിത്രൻ്റെ ലോകവും അതുമായി ബന്ധപ്പെട്ട ക്യൂർ പൊളിറ്റിക്സിനെ കുറിച്ച് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മളൊരു സന്ദിഗ്ധ ഘട്ടത്തിലുള്ളതെന്ന് ഞാൻ വിചാരിക്കും. നോവലിനെ കുറിച്ചുള്ള ഏത് സെഷനിലും ഏറ്റവും കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു വിദേശ നോവലിൻ്റെ സർക്കുലേഷനെ കുറിച്ച് പറയും, പതിപ്പുകളുടെ എണ്ണത്തെക്കുറിച്ച് പറയും. ഇപ്പോൾ കുറച്ച് മുമ്പേ മാഷ്
സൂചിപ്പിച്ച പോലെ. അപ്പം ജനസംഖ്യ കൊണ്ടൊക്കെ ഹരിച്ചിട്ട് 9 പേര് നോവൽ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ഡാറ്റ വെച്ചുകൊണ്ട് സ്ഥാപിക്കുന്നത് കണ്ടു. ഇത് മലയാളികൾക്കും ബാധകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പുണ്ട്. അതായത് നോവലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പതിപ്പുകളുടെയും കോപ്പികളുടെയും എണ്ണത്തെക്കുറിച്ച് പറഞ്ഞ് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ നേരെ സാഹിത്യ മൂല്യത്തിലേക്കാണ് പോവുക. അപ്പോൾ പതിപ്പുകൾ വിറ്റ് പോയാൽ ആ നോവലിന് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ വായനയുമായി ബന്ധപ്പെട്ട് വളരെ വരേണ്യമായിട്ടുള്ളൊരു ബോധമുണ്ട്, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണത്. എപ്പോഴും വായിക്കപ്പെടുന്ന നോവലുകളെയും വായിക്കപ്പെടാത്ത നോവലുകളെയും കൂടി വെച്ചിട്ട് അതിൻ്റെ സാഹിത്യമൂല്യം അളക്കുക, ഇതിലേതാണ് ഏറ്റവും ഉദാത്തമായ സാഹിത്യമെന്ന് കണ്ടെത്തുക, അതൊക്കെ എനിക്ക് തോന്നുന്നത് കാലഹരണപ്പെട്ട് പോയിട്ടുള്ളൊരു മനോഭാവത്തിൻ്റെയും കൂടി ഭാഗമാണെന്നാണ്. ജനപ്രിയമായതിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുന്നൊരു ചിന്ത വളരെ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഉദാത്ത കൃതികളാണെങ്കിലും ഇപ്പം ഞാനിനിയിപ്പോൾ ഇത് സാഹിത്യ ഭാഷയിൽ പറയേണ്ടെന്ന് വിചാരിക്കുന്നത്, നമുക്ക് നാടൻ ഭാഷയിൽ ഇത് ചുരുക്കിയെടുക്കാൻ പറ്റും. കാരണം നമുക്ക് താല്പര്യമുള്ള എഴുത്തും നമുക്ക് താല്പര്യമുള്ള എഴുത്തുകാരുമാണെങ്കിൽ വിൽക്കുന്ന കോപ്പികൾ മഹത്തരമായിരിക്കും, പതിപ്പുകളുടെ എണ്ണവും മഹത്തായിരിക്കും. അതേസമയം നമുക്ക് താല്പര്യമില്ലാത്ത എഴുത്തുകാരാണെങ്കിൽ കോപ്പി വിൽക്കുന്നത് മോശം, പതിപ്പുകൾ ഉണ്ടാകുന്നത് സാഹിത്യത്തിൻ്റെ ഉദാത്തതയെ ഇടിച്ചും കളയും. അത്തരത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പും കൊണ്ടാണ് ശരിക്കും എഴുത്തിൻ്റെ ലോകം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത്. അതായത് നമുക്ക് അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് കൂട്ടിക്കോളും. അതായത് പതിപ്പുകളുടെ എണ്ണം നോവലിൻ്റെ സാഹിത്യ മൂല്യത്തെ ഒരു തരത്തിലും നിയന്ത്രിക്കുന്നില്ല, അത് തന്നെയാണ് വാസ്തവം. പക്ഷേ നാം ഒരു കൃതിയെ ഡിഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പതിപ്പുകളുടെ എണ്ണവും കോപ്പികളുടെ എണ്ണവും പറയാറുണ്ട്. ആൾക്കാർ വായിക്കുന്നു എന്നുള്ളത് നോവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവല്ല. നോവല് അടിസ്ഥാനപരമായിട്ട് ഒരു ജനപ്രിയ സാഹിത്യ രൂപം തന്നെയാണ്. അത് അങ്ങനെ അല്ല എന്നുണ്ടാക്കുന്നത് നാം നേരത്തെ പറഞ്ഞ പോലെ ചില അനുശീലനങ്ങൾ കാരണമാണ്. സാഹിത്യം വരേണ്യ വിഭാഗത്തിൻ്റെ മാത്രമായിരുന്നൊരു കാലത്തിൻ്റെ ഓർമ്മയിൽ നിന്നുകൊണ്ടാവാം ഒരുപക്ഷെ മനുഷ്യരത് പറയുന്നുണ്ടാവുക. പിന്നെ എപ്പോഴും നിരൂപണവും വിമർശനവും, മാഷ് നിരൂപകനും വിമർശകനും കൂടി ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, അതും ഒരു തരത്തിലുള്ള വായനയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു വായനയാണ് വിമർശനം അല്ലെങ്കിൽ നിരൂപണ പുസ്തകങ്ങളും വിമർശന പുസ്തകങ്ങളും വായനാ വസ്തുക്കൾ തന്നെയാണ്. അവയ്ക്കും പുസ്തകങ്ങളുടെ ജീവിതമാണുള്ളത്. അപ്പം അതുകൊണ്ട് അത് വായിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന വായനക്കാരും കൂടി ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ വായനാലോകം. അതും പുസ്തകങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് എന്തിനു ആമുഖമായി പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇനി പറയാൻ നമുക്ക് ഈ മൈക്ക് തിരിച്ചു വരില്ല, അതുകൊണ്ടാണ്, സമയം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് അങ്ങനെ. പിന്നെ ഈ വിഷയം, അതായത് ക്വിയർ ആണെങ്കിലും നാഷൻ സ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഇനി പൗരത്വത്തിൻ്റെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ജാതി ആണെങ്കിലും മതമാണെങ്കിലും പൊതുവേ നേരത്തെ പറഞ്ഞ പോലെ നോവലിന് എല്ലാ വിഷയങ്ങളാണ്. പക്ഷെ നാം ഒരു വിഷയം എടുത്തിട്ട് ഇത് നോവലിൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് കണക്കായ രീതിയിൽ അതിനെ പരിവർത്തിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ആത്രേയകത്തിനകത്ത് ക്വിയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത് അത് ആ തരത്തിൽ വായിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗ്ലോറിഫിക്കേഷൻ സാധ്യമാക്കണമെന്ന ഉദ്ദേശം കൊണ്ടല്ല. അത് ഒരു വാഗ്ദത്ത ഭൂമി സങ്കല്പിക്കുകയും, അതായത് രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾക്ക് പുറത്ത് നിൽക്കുന്ന, ഒരുപക്ഷെ ഒരു രാജ്യം പ്രതീക്ഷിക്കുന്ന യോഗ്യരായിട്ടുള്ള പൗരന്മാരുടെ ഗുണനിലവാരം പുലർത്താൻ കഴിയാത്ത കുറേ മനുഷ്യരുണ്ടാവുമല്ലോ, എല്ലാ ദേശത്തും ഉണ്ടാവും. അവർ തിരസ്കൃതരാവുകയോ അവർ ആട്ടി ഓടിക്കപ്പെടുകയോ അവരുടെ ഐഡൻറ്റിറ്റി ഇല്ലായ്മ ചെയ്യപ്പെടുകയോ ചെയ്യും. അൺവാണ്ടഡ് വോട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന വിഭാഗമുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള മീൻപിടുത്തക്കാരെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അപ്പോൾ അവരൊന്നും ഒരു രാജ്യത്തും രേഖപ്പെടുത്തപ്പെടുന്നില്ല, പൗരന്മാരായിട്ട് എവിടെയും അവർ രേഖപ്പെടുത്തപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ആരുടെയും അല്ലാത്ത ഭൂമിയിൽ താമസിക്കുന്ന ആരുമല്ലാത്ത കുറേ മനുഷ്യരുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആത്രേയം ഒരു വാഗ്ദത്ത ഭൂമിയാണ്. എല്ലാ വാഗ്ദത്ത ഭൂമികളും ഒരു ഉട്ടോപ്യൻ സങ്കല്പവുമാണ്. അപ്പം അതിനകത്തേക്ക് ക്വാളിഫൈഡ് ആകുന്ന കുറേ മനുഷ്യരുണ്ട്. അതായത് മനുഷ്യരെ അളക്കാത്ത, വേഷത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ ചിന്താഗതിയുടെയോ പേരിൽ മനുഷ്യരെ തരംതിരിക്കാത്ത, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുകയും മരണം ഒരുപക്ഷെ ജീവിതത്തിൻ്റെ തുടർച്ചയാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആധുനിക സമൂഹത്തിൻ്റെ സദാചാര സങ്കല്പനങ്ങൾക്ക് പുറത്തുള്ള പൗരനിർമ്മിതികളുടെ ബാധ്യതകളില്ലാത്ത ഒരു ലോകം. അത്തരത്തിലുള്ളൊരു ലോകത്ത് ആരൊക്കെയാണ് ജീവിക്കാൻ യോഗ്യരെന്ന് പറയുന്ന ചിന്തയിൽ നിന്നാണ് ആത്രേയകത്തിനകത്തുള്ള അംഗങ്ങൾ ഉണ്ടായത്. അവർ ആത്രേയകത്തിൻ്റെ അംഗങ്ങളാണ്, പ്രജകളല്ല. അപ്പോൾ അവർ അതിനകത്തേക്ക് പോകുമ്പം ഏറ്റവും കൂടുതൽ ആ ഒരു പ്രദേശത്തിൻ്റെ
ജൈവികതയ്ക്ക് യോജിക്കുന്ന ഒരാൾ ഈ ആൺ പെൺ ലിംഗ സ്വഭാവങ്ങളുടെ പരിമിതികൾക്കകത്ത് നിൽക്കാത്ത ഒരാളാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നിരമിത്രൻ ഉണ്ടാകുന്നത്. കൊല്ലം ജില്ലയിൽ ഓച്ചിറ ഒരു പരബ്രഹ്മ ക്ഷേത്രമുണ്ട്. ക്ഷേത്രം എന്നാണ് ഇപ്പം അതിൻ്റെ പേര് പറയുന്നത്. പക്ഷെ അവിടെ എവിടെയും ഒരു ആരാധന നടക്കുന്നൊരു കോവിലോ ഒന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പം അവിടെ ചെന്ന് അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇവിടെ ക്ഷേത്രങ്ങളില്ലാത്തതെന്നാണ്. പേര് ക്ഷേത്രമെന്നാണെങ്കിലും തൊട്ട് കാണിക്കാൻ മൂർത്തമായിട്ടുള്ള ഒരു നിർമ്മിതിയും അവിടെ ഇല്ല. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി പരബ്രഹ്മം ക്ഷേത്രങ്ങൾക്കകത്ത് ഒതുങ്ങാത്തൊരു സങ്കല്പമാണെന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടല്ല ആത്രേയത്തിനകത്ത് ജെൻഡറിനെ സങ്കല്പിച്ചത്. അത് പരിമിതികൾക്കകത്ത് ഒതുങ്ങാത്ത കുറേ കൂടി വിശാലമായ മാനവികതയുടെ തലങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ഇടമായിട്ടാണ് ആത്രേയം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള മനുഷ്യരും അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ്. ആൺപെൺ എന്ന് ഭേദമില്ലാത്ത, അധികാരമുള്ളവനെന്നും ഇല്ലാത്തവനെന്നും ഭേദമില്ലാതെ മനുഷ്യരെ ഒന്നായിട്ട് കാണാൻ കഴിയുന്ന സെൻസുള്ള മനുഷ്യർ. ഒരു പക്ഷേ ലിംഗനിലകളുടെ കാര്യത്തിൽ എപ്പോഴും പരിക്ക് പറ്റുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്ത്രീ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, ആ പുരുഷൻ്റെ ലിംഗാധികാരം കൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട മനുഷ്യരുടെ നേരെ ഒരു ആഭിമുഖ്യം ഉണ്ടായേക്കാം. ഒരു സ്ത്രീ കീർ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ആഭിമുഖ്യം ആ വിഭാഗത്തിൽപ്പെട്ട, ഒരർത്ഥത്തിൽ തങ്ങളെപ്പോലെ തന്നെ പീഡനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഓരവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരാണല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാവാം എപ്പോഴും സ്ത്രീകൾക്ക് കീറിനോട് ചേർന്ന് നിൽക്കാനുള്ളൊരു വാസന ഉണ്ടാവും. അപ്പോൾ പുരുഷൻ്റേതാണ് ഈ ഭാഷ. അതിനകത്തുള്ള സൗന്ദര്യശാസ്ത്രങ്ങൾ, അതിൻ്റെ അഴകളവുകൾ, മാനദണ്ഡങ്ങൾ, സൗന്ദര്യ കൽപ്പനകൾ, ബിംബങ്ങളെല്ലാം പുരുഷൻ്റേതാണ്. അപ്പോൾ പുരുഷൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സൗന്ദര്യാത്മകമായിട്ടുള്ളൊരു ഭാഷയ്ക്കകത്ത് നിന്നുകൊണ്ട് വേണം, അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടൂളുകൾക്കകത്ത് നിന്നുകൊണ്ട് വേണം സ്ത്രീക്ക് എഴുതാൻ. അപ്പോൾ അങ്ങനെ ആ എഴുതുന്ന സമയത്ത് ആ ഭാഷയെ സ്വന്തം വരുതിക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ വിചാരിക്കുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാർക്കെല്ലാം അത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായേക്കാം എന്നാണ്. ഒരു മദ്യപാന സദസ്സിൽ പുരുഷന്മാർ തമ്മിൽ കൈമാറുന്ന തരത്തിലുള്ള, അങ്ങും ഇങ്ങും നോക്കാത്ത തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള, ഒരു പക്ഷേ അല്ലാതെയും, അതായത് എങ്ങനെയാണ് അവർ ഭാഷ കൈകാര്യം ചെയ്യുന്നത്, വളരെ ഏകപക്ഷീയമായിട്ട്, വളരെ ഭാഷയുടെ മുകളിലുള്ള ഏറ്റവും വലിയ ആധികാരികതയോടുകൂടി അവർ പറയുന്ന പല തമാശകളും ഒരു പക്ഷേ സ്ത്രീകളെ ഉൾക്കൊള്ളാത്തതാവാം, ട്രാൻസ്ജെൻഡേഴ്സിനെയും ഉൾക്കൊള്ളാത്തതാവാം. അപ്പോൾ ഭാഷയെ അവർ അനായാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കാരണം അവരുടെ ടൂളാണത്. അപ്പോൾ പുരുഷൻ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ആ ഭാഷയെ സ്വന്തം കയ്യിലേക്ക് കൊണ്ടുവരാൻ ഒരു ട്രാൻസ്ജെൻഡറും ഒരു സ്ത്രീയും കുറേ കൂടി അധികം അധ്വാനം എടുക്കേണ്ടി വരും. കുറച്ചുകൂടി അവർക്കതിന് പണി ഉണ്ട്. നോവൽ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ കുറേ അധ്വാനം ആവശ്യമുള്ള, വായിക്കാൻ അധ്വാനം ആവശ്യമുള്ള ഒരു സാഹിത്യരൂപമാണ്. എഴുതാനും അത്ര തന്നെ അധ്വാനമുണ്ട്. അപ്പോൾ ഭാഷയുടെ മേലെയും അധികാരമില്ലാത്ത, ഈ സാമൂഹിക വ്യവസ്ഥിതിയുടെ മുകളിലും അധികാരമില്ലാത്ത മനുഷ്യർ അതിനെ വഴക്കിയെടുക്കാൻ ശ്രമിക്കുമ്പം അതിലേറ്റവും പ്രബലമായ ഒരു സാഹിത്യ രൂപത്തിൽ പണിയെടുക്കേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ടുന്ന കുറേ കൃതികൾ മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതുകൊണ്ട് കൂടി ആവാം ക്യൂർ പൊളിറ്റിക്സിനെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അതൊരു പ്രമുഖ വിഷയമായിട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ വിഷയത്തിൻ്റെ പരിധികളിൽ എവിടെയൊക്കെയോ ക്യൂർ പൊളിറ്റിക്സ് നിൽക്കുന്ന തരത്തിൽ അതിനെ നോർമലൈസ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ മലയാളത്തിൽ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. രാജശ്രീ ടീച്ചർ തുടങ്ങി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കൃതി ഏറ്റവും അധികം പതിപ്പുണ്ടാവുകയും ഏറ്റവും അധികം വായിക്കപ്പെട്ടു എന്നതും അതിൻ്റെ മൂല്യത്തിന് ഇടിവുണ്ടാകുമോ എന്നൊരു കാര്യം ചോദിക്കുകയുണ്ടായി. സ്വാഭാവികമായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം കൃതികൾ ആഘോഷിക്കപ്പെടുകയും ഈ ആഘോഷങ്ങളാണ് ജൻസിയിലേക്ക് ചേർത്തെടുക്കപ്പെടുകയും തുടർന്ന് ആ കൃതി ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുകയും വായിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ ഇത്തരം കൃതികളുടെ പ്രചാരത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഘടകമായി മാറുന്നുണ്ട്. ഇത് സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി, ഈ വായനയുടെ എണ്ണം എന്ന് പറയുന്നത് ഏത് കൃതിയുടെ മേന്മയുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ്. ഞാൻ ടീച്ചർ അത് തെറ്റായിട്ടാണോ ധരിച്ചതെന്ന് എനിക്ക് സംശയം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ എഴുത്തുകാരെടുത്ത് നോക്കിയാൽ പോലും, ഇപ്പോൾ നോസ്ഗാർഡിനെയോ സബാൾഡിനെയോ ഒക്കെ പോലുള്ള ലോകത്തിലെ തന്നെ നമ്മൾ ആദ്യം എടുത്ത് എണ്ണുന്ന നോവലിസ്റ്റുകളെ പറ്റി പറഞ്ഞാൽ പോലും അവരുടെ കൃതികൾ വലിയ തോതിൽ വായിക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ എഴുത്തുകാരുടെ കൃതികൾ കുറച്ച് വായിക്കപ്പെടുകയും ഈ പറയുന്ന പിന്നെ ജൻസി എഴുത്തുകാരുടെ കൃതികൾ വലിയ തോതിൽ വായിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്. അങ്ങനെയല്ല, വായനയുടെ എണ്ണമല്ല, വായനയുടെ വൈപുല്യമല്ല ഒരു കൃതിയുടെ മേന്മ നിർണ്ണയിക്കുന്നത്. വായനയുടെ വൈപുല്യം
രണ്ടു തരം കൃതികൾക്കും സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആദ്യം ശ്രമിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രമേൽ വായിക്കപ്പെടുന്നത്, എന്തുകൊണ്ട് കൃതികൾ നോവലുകൾ ഒരു പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ വായിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. ഒരുപക്ഷെ എഴുത്തുകാർ വായനക്കാർ എന്നത് ഒരു ബൈനറിയായി, ഒരു ദ്വന്ദ്വമായി നിലനിന്നിരുന്ന ഒരു കാലം ഏറെക്കാലം നമുക്കുണ്ടായിരുന്നു. എഴുത്തുകാരുടെ ഒരു കുലം, വായനക്കാരുടെ മറ്റൊരു കുലം എന്ന് പറയുന്ന രീതിയിൽ രണ്ട് കുലങ്ങളായി വേർതിരിഞ്ഞു നിന്നിരുന്ന. ഒരുപക്ഷെ ഇന്ന് അത്തരം അതിരുകൾ മാഞ്ഞു പോവുകയും എഴുത്തുകാർ വായനക്കാരായി തീരുകയും വായനക്കാർ എഴുത്തുകാരായി തീരുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ എഴുത്തിൻ്റെയും വായനയുടെയും അടഞ്ഞ ലോകങ്ങൾ ഇല്ലാതാവുകയും അവ കുറെ കൂടി തുറസ്സുള്ളതായി മാറുകയും ഒക്കെ ചെയ്തൊരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു പക്ഷേ അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു തുടക്കകാലത്ത്, നമ്മുടെ ബ്ലോഗുകളൊക്കെ വന്ന കാലത്ത് തന്നെ അന്ന് ബ്ലോഗുകൾ എഴുതാൻ തുടങ്ങിയത് അതുവരെ മനുഷ്യരാരും കേട്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ആയിരുന്നു. ഒരുപക്ഷെ പിന്നീട് ബ്ലോഗുകളിലെ താരങ്ങളായി മാറിയ സജീവ് എടത്താടനെ പോലെയൊക്കെയുള്ള എഴുത്തുകാർ ആ കാലത്ത് എഴുതുന്ന സമയത്ത് അവർ കേവലം വായനക്കാർ മാത്രമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ എഴുതാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് സംഗതിയുടെ സ്വഭാവം മാറി. വലിയ തോതിൽ പിന്നീട് കൊടകര പുരാണം പോലുള്ളൊരു കൃതി എത്രയോ പതിപ്പുകൾ പിന്നീട് മലയാളത്തിൽ ഇറങ്ങുകയുണ്ടായി, അത്തരം ഒരു കൃതി. അപ്പോൾ ഈ പറയുന്ന മട്ടിൽ വായനക്കാർ എഴുത്തുകാർ എന്ന് വളരെ കൃത്യമായി വേർതിരിക്കാവുന്ന രണ്ട് കുലങ്ങളായല്ല ഇന്ന് എഴുത്തു ലോകം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വായനയുടെയും എഴുത്തിൻ്റെയും ഒക്കെ ലോകത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന നമ്മുടെ പഴയ പരമ്പരാഗത ധാരണകളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വായിക്കുക എന്ന് പറയുന്നത്, നേരത്തെ വായനക്കാരെന്ന് പറഞ്ഞിരുന്ന നമ്മൾ ബ്രാൻഡ് ചെയ്തിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എഴുത്തുകാർ എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്തിരുന്ന ആൾക്കാർ, ആ രീതിയിലല്ല ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. ഏതൊരു മനുഷ്യനും, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളും ഒരുപക്ഷെ നല്ല വായനക്കാരായേക്കാം, അല്ലെങ്കിൽ വായനയുടെ പല ഘട്ടങ്ങളിൽ പലരും പങ്കുചേരുകയോ അതിൽ നിന്ന് പിന്നീട് ഇടറി മാറുകയോ പിന്നെയും തുടർന്നു പോവുകയോ ഒക്കെ ചെയ്യുന്ന മട്ടിൽ വായന എന്ന് പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റേത് മാത്രമായിരുന്ന കുറേ ആൾക്കാർ എന്നുള്ള അവസ്ഥ വിട്ടുപോവുകയും ആളുകൾ തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വായിക്കുകയും വീണ്ടും വായിക്കുകയും ചിലപ്പോൾ വായനയിൽ നിന്ന് വിട്ടു നിൽക്കുകയും വീണ്ടും വായനയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന മട്ടിൽ വായന എല്ലാവരുടേതുമായി തീരുന്ന ഒരു സർവ്വലൗകിക പ്രവൃത്തിയായി തീരുന്ന ഒരവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ഈ നവസാങ്കേതികത സൃഷ്ടിച്ച ഒരു മനോഘടന നമ്മുടെ പുതിയ കാല സമൂഹത്തിനുണ്ട്. ആ മനോഘടനയെ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ പുതിയ കാലത്തെ എഴുത്തുകൾ, നോവലുകൾ, ഏത് നോവലുകളായാലും, ഇപ്പോൾ രാജശ്രീ എഴുതുന്ന നോവലാണെങ്കിലും അല്ലെങ്കിൽ നിമ്ന വിജയ് എഴുതുന്ന നോവലാണെങ്കിലും, ഇങ്ങനെ ഏത് നോവലെടുത്താലും, നിങ്ങൾ മലയാള നോവലിൻ്റെ ഏത് ശ്രേണിയിലുള്ള നോവൽ എടുത്തു കഴിഞ്ഞാലും ഈ നോവലുകൾ ഒന്നടങ്കം ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പൈങ്കിളി, മുഖ്യധാര എന്ന് പറഞ്ഞ് രണ്ടായി വകതിരിച്ചിരുന്ന നോവലുകൾ അല്ലെങ്കിൽ കൃതികൾ ഇന്ന് അത്തരം വിഭജനങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് രണ്ടിൻ്റെയും ഘടന ഏതാണ്ട് ഒന്നായി മാറുന്നൊരവസ്ഥയുണ്ട്. നേരത്തെ ജനപ്രിയം എന്ന് നമ്മൾ മാറ്റി നിർത്തിയിരുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഇന്ന് മുഖ്യധാര നോവലിൻ്റെയും ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു പുതിയ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇപ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ നവസാങ്കേതികത നമ്മുടെ ഉള്ളിൽ, എങ്ങനെയാണ് ടെക്നോളജി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് നമുക്കും ബോധ്യങ്ങളുണ്ട്. ഏത് സമയത്തും നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ബഹുരാഷ്ട്ര കമ്പനികളായാലും ഭരണകൂടങ്ങളായാലും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഭയം നമുക്കുണ്ട്. അതേസമയം തന്നെ പുതിയ ലോകത്തിനകത്ത് നമ്മൾ ഏത് സമയത്തും നമ്മളൊരു കുടിയേറ്റക്കാരനായി മാറിയേക്കാം, ഏത് സമയത്തും നമ്മൾ പുറന്തള്ളപ്പെട്ടു പോയേക്കാം, ഏത് സമയത്തും നമ്മൾ മുഖ്യധാരയിൽ നിന്ന് വഴുതി മാറിയേക്കാം എന്നൊക്കെയുള്ള സാധ്യത, നമ്മുടെ ഒരു സമൂഹത്തിനകത്തുള്ള നമ്മുടെ ഒരു സ്ഥാനത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ പോലും വളരെ വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഫ്ലൂയിഡിക്കായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായ ഒരു ഉറച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ച, ഇന്ന സ്ഥലത്ത് ജീവിക്കുന്ന, ഇന്ന ജോലി ചെയ്യുന്ന, ഇന്ന ലിംഗാവസ്ഥയിലുള്ള ഒരാളാണ് എന്ന് എന്നെപ്പറ്റി തന്നെ കൃത്യമായി പറയാൻ കഴിയാത്ത മട്ടിൽ ഒരു ഫ്ലൂയിഡിക് പേഴ്സണാലിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നലെയുള്ള ഞാനല്ല ഇന്ന് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ എൻ്റെ ഈ സ്വഭാവത്തെ, എൻ്റെ ഈ മനോഘടനയെ അഭിസംബോധന ചെയ്യാൻ പുതിയ കാല നോവലുകൾക്ക് സാധിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചരിത്രത്തെ നോക്കിക്കാണുന്നത് എൻ്റെ ചരിത്ര പുസ്തകങ്ങളോട് നോക്കിക്കാണുന്നതല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. മറിച്ച് എൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിരിക്കാൻ ഇടയുള്ള പലതരം സംഭവങ്ങളുണ്ട്. സംഭാവ്യത, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ചരിത്രത്തിനകത്ത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ പ്രോബബിളായി സംഭവിച്ചിരിക്കാവുന്ന പല സംഗതികൾ ഒരു നോവലിനകത്ത് വരുമ്പോൾ അത് എന്നെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ നാടിൻ്റെ ചരിത്രത്തെ ഇങ്ങനെയും അത് വായിക്കാം എന്നുള്ള മട്ടിൽ ഒരു ഹിസ്റ്ററീസ് എന്ന് പറയുന്ന ചരിത്രങ്ങളുടെ സാധ്യതകൾ ഫിക്ഷനിൽ കടന്നു വരുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്.
ഞാൻ ട്രാൻസ്നാഷണലായ അല്ലെങ്കിൽ ക്രോസ് നാഷണലായ ഇടങ്ങളിലൂടെ എൻ്റെ നോവൽ സഞ്ചരിക്കുമ്പോൾ ഈ പുതിയ ലോകക്രമത്തിനകത്ത് എൻ്റെ സ്ഥാനം എന്ത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത എന്നെ അത് സന്തോഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പുതിയ കാലത്ത് നവസാങ്കേതികതയുടെ പുതിയ ലോകക്രമത്തിൻ്റെ ഒരു മനോഘടനയ്ക്കകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും നോവൽ അല്ലെങ്കിൽ കഥകൾ അല്ലെങ്കിൽ കവിതകൾ ഒക്കെ ഏത് സാഹിത്യമായാലും ഈ സാഹിത്യം ഇന്ന് അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പഴയ ഒരു നൊസ്റ്റാൾജിയക്കകത്ത് കുരുങ്ങിക്കിടക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സവിശേഷമായ ചരിത്രബോധത്തിനകത്ത് കുരുങ്ങിക്കിടക്കുന്നതോ ആയ സാഹിത്യമല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്. മറിച്ച് വളരെ സൂക്ഷ്മമായി തന്നെ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് വർത്തമാനകാലത്തെ മുൻനിർത്തി തന്നെ സംബോധന ചെയ്യാവുന്ന മട്ടിൽ നട്ടലുറപ്പുള്ള സാഹിത്യം. ഞാൻ ആ നട്ടലുറപ്പ് എന്നുള്ളത് പോസിറ്റീവായി പറഞ്ഞാണത്, ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് പ്രയോഗമായിട്ട് കണക്കാക്കേണ്ട. എന്നുവെച്ചാൽ നിവർന്നു നിൽക്കാവുന്ന സാഹിത്യം എന്നുള്ള അർത്ഥത്തിലാണ്. നേർക്കുനേർ നിന്ന് നിവർന്നു നിൽക്കാവുന്ന സാഹിത്യം എന്നുള്ള മട്ടിലാണ്. ആ സാഹിത്യത്തിൻ്റെ സാന്നിധ്യമാണ് ഈ വായനക്കാരുടെ എണ്ണം ഇത്രമേൽ കൂട്ടുന്നത്. അഥവാ നേരത്തെ ഉണ്ടായിരുന്ന വായനക്കാർ എന്ന് പറഞ്ഞിരുന്നൊരു വിഭാഗമല്ല, ഏതു മനുഷ്യനും വായനക്കാരനായി തീരുന്ന ഒരു പുതിയ സാമൂഹ്യക്രമം നമ്മുടെ ലോകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് സമയപരിമിതിയുണ്ട്, 10 മിനിറ്റേ ഉള്ളൂ. സദസ്യരായ നിങ്ങൾക്ക് പുതുകാല എഴുത്തിനെക്കുറിച്ച്, പുതുകാല വായനയെക്കുറിച്ച് തീർച്ചയായും ചില ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക. സർ, ആധുനിക കാലത്ത് കവിതയിൽ വന്ന ഒരു പുതിയ രൂപമാണ് ഗദ്യ കവിത എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ഈ പദ്യ കവിത, ഗദ്യ കവിത എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച്. ആർക്കും പറയാം. ഗദ്യകവിത എന്നത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ ആധുനികതയുടെ ഒരു ഘട്ടത്തിൽ, സവിശേഷമായി ആ കാലത്ത് ആധുനികതയുടെ ഒരു സാമൂഹ്യാവസ്ഥയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് കവിതയ്ക്കകത്തുള്ള ഒരു പുതിയ തുറസ് എന്നുള്ള മട്ടിലാണ് അന്നത് ആഘോഷിക്കപ്പെട്ടത്. വിശേഷിച്ചും യൂറോപ്യൻ ആധുനികതയുടെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ചാൾസ് ബോദ്ലെയർ പോലുള്ള കവികൾ ആ കാലത്ത് ഈ കവിതയുടെ നിലവിലുള്ള ആലങ്കാരിക സ്വഭാവത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷ ഘടനയെ മാറ്റിയിട്ട് അതിൽ നിന്നും കുറെ കൂടി വ്യത്യസ്തമായ ഒരു പുതിയ സാമൂഹ്യ ക്രമത്തെ അവതരിപ്പിക്കാൻ കവിതയ്ക്ക് വേറൊരു ഘടന സാധ്യമാണോ എന്നുള്ള അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഗദ്യകവിത പോലുള്ള സംഗതികൾ രൂപം കൊള്ളുന്നത്. മലയാളത്തിലും നമുക്കറിയാം, നമ്മുടെ മോഡേണിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗദ്യകവിതകൾ കാര്യമായി വന്നത്. കവിതയുടെ ഒരു സവിശേഷമായ വൃത്തബോധത്തിന് പുറത്തേക്ക് കവിതയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണം, അല്ലെങ്കിൽ പുതിയ കാല സമൂഹത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങളെ അല്ലെങ്കിൽ വിഹ്വലതകളെ, അതിൻ്റെ ഭയങ്ങളെ, ഉത്കണ്ഠകളെ, അതിൻ്റെ സവിശേഷമായ മനോഭാവങ്ങളെ ഒക്കെ അഭിമുഖീകരിക്കാൻ ഈ വൃത്തബദ്ധമായ കവിതകൾ മതിയാവാതെ വരുമോ എന്നുള്ള കുറെ കൂടി പരന്നൊഴുകുന്ന ഒരു മനോഘടനയെ ആവിഷ്കരിക്കാൻ അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഫ്രീ വേഴ്സാണ് കുറെ കൂടി നല്ലത് എന്നുള്ള ചില ബോധ്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മലയാളത്തിലും ഈ ഗദ്യകവിതയിലേക്ക് വഴിമാറുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ആധുനികതയുടെ കാലത്ത് വലിയ തോതിൽ ഈ കവിതയ്ക്കകത്ത് ഈ സ്വകാര്യ ബിംബങ്ങൾ വളരെ പ്രവർത്തിക്കുകയുണ്ടായി.
ഈ സ്വകാര്യ ബിംബങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം കവിതയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ബിംബകൽപ്പന എന്ന് പറയുന്നത്. ബിംബങ്ങൾ ഉപയോഗിച്ചിട്ട് ആവിഷ്കരിക്കാൻ ശ്രമിക്കുക. പലതും ഇപ്പോൾ നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുഭൂതികൾ, നമ്മുടെ ഭാവനകൾ, ഇവയിൽ പലതും വളരെ കൃത്യമായി മൂർത്തമായ സ്വഭാവത്തിൽ ഇങ്ങനെ തൊട്ടടയാളപ്പെടുത്താവുന്ന വിധത്തിൽ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയില്ല. ആ സമയത്താണ് പലപ്പോഴും കവികൾ ബിംബങ്ങളെ കൂട്ടുപിടിക്കുന്നത്. അത്തരമൊരു സവിശേഷമായ ഒരു മനോഭാവത്തെ, ഒരു അനുഭൂതിയെ, ഒരു അനുഭവത്തെ ആവിഷ്കരിക്കാൻ കവികൾ സ്വീകരിക്കുന്ന ഒരു ഉപാധിയാണത്. അപ്പോൾ അത്തരത്തിലുള്ള ബിംബങ്ങൾ സാധാരണഗതിയിൽ ഒരു പൊതുവായി സ്വീകരിക്കപ്പെടുന്ന ബിംബങ്ങളാണ് കവിതയ്ക്കകത്ത് എപ്പോഴും ഉപയോഗിക്കപ്പെടുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ സവിശേഷമായി വളരെ വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്ന ഒരു അനുഭവത്തെ, ഒരു അനുഭവ മണ്ഡലത്തെ ആവിഷ്കരിക്കാൻ എനിക്ക് മാത്രം മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഞാൻ മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരു സ്വകാര്യ ബിംബത്തെ എനിക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ആ സ്വകാര്യ ബിംബം കവിതയ്ക്കകത്ത് വരുമ്പോൾ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഈ കവി ഏതർത്ഥത്തിലാണോ അത് ആ ബിംബം പ്രയോഗിച്ചിരിക്കുന്ന അർത്ഥത്തിൽ തന്നെ ആവണമെന്നില്ല അത് വായിച്ചെടുക്കപ്പെടുക. വായനയുടെ പല സാധ്യതകൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്നൊരു സ്വകാര്യ ബിംബങ്ങളുടെ കൂടി ഒരു സമൃദ്ധിക്ക് പറ്റിയ ഒരു ഘടനയാണ് യഥാർത്ഥത്തിൽ ഈ ഫ്രീവേഴ്സിൻ്റെ ഘടന അല്ലെങ്കിൽ ഗദ്യകവിതയുടെ ഒരു ഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു സാമൂഹിക മനോഭാവത്തിൻ്റെ മാറ്റം കൂടി ചേർന്നിട്ടാണ് നമ്മൾ കവിതയുടെ ഘടനയിൽ വരുന്ന വ്യത്യാസത്തെ വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാള കവിതയിൽ ഒരു സവിശേഷമായ കാലത്ത് അത്തരമൊരു ഘടന ആവശ്യമായിരുന്നുകൊണ്ടുകൂടി ആയിരിക്കണം, അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യരുടെ ഒരു അസ്വസ്ഥമായ മനോഘടനയെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ആവിഷ്കരിക്കാൻ കൂടി വേണ്ടിയായിരിക്കണം അന്ന് ഈ ഗദ്യകവിത അത്രമേൽ വ്യാപകമായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പക്ഷേ ഗദ്യകവിതയ്ക്കകത്തും നമ്മൾ വിചാരിക്കുന്ന പോലെ ഗദ്യകവിത എന്ന് പറയുന്നത് തീർത്തും താളമുക്തമായ കവിതയല്ല. ഗദ്യകവിതയ്ക്കകത്ത് താളം പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന പോലെ ഛന്ദോബദ്ധമായ താളം തന്നെ ആവണമെന്നില്ല എന്നേ ഉള്ളൂ. ഇനി ചോദ്യങ്ങളില്ല എന്ന് കരുതുന്നു. ആർ രാജശ്രീ മാമിനോടാണ്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ, ആ ഒരു പേര്, സ്ത്രീകളുടെ കഥ, ഒരു അർത്ഥ പശ്ചാത്തലം അങ്ങനെ വരാൻ കാരണം എന്താണ്? എന്താണ് മോളെ കഥ എന്ന് ഉപയോഗിച്ച് എന്തിനാണെന്നാണോ ചോദിച്ചേ? അത് കഥ എന്നുള്ള വാക്കിന് സ്റ്റോറി എന്നാണ് അർത്ഥം. അതിനകത്ത് ആ നോവലിൻ്റെ ടൈറ്റിലുള്ള കഥ എന്ന് പറയുന്നത് ആദിമധ്യാന്തങ്ങളുള്ള ഒരു കഥയല്ല ഉദ്ദേശിച്ചത്. 2-3 ആൾക്കാർ ഇരുന്ന് സംസാരിക്കുമ്പോഴേ ടീച്ചർമാരൊക്കെ എന്താണ് കഥ പറയുന്നത് നോക്കൂലേ? ചോദിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ അതുപോലെ തന്നെ വേറൊരാളെ കാണുമ്പോൾ എന്താ ഇത് കഥ എന്ന് ചോദിക്കില്ലേ? അത് സ്റ്റോറി എന്നുള്ള അർത്ഥത്തിലാണോ? എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്ന അർത്ഥത്തിലല്ലേ? അതിനൊരു കുശല പ്രശ്നം എന്ന് പറയുന്നൊരു അർത്ഥമുണ്ട്. അർത്ഥം ശബ്ദധാരാവലിയിൽ കാണൂല, പക്ഷെ നമ്മുടെ ഒരു പ്രയോഗാർത്ഥം, സാന്ദർഭികാർത്ഥം ഒക്കെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. അപ്പോൾ അത് 2 സ്ത്രീകളുമായി ചുറ്റിപ്പണഞ്ഞ വർത്തമാനം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറേ നാടൻ വിശേഷങ്ങൾ, അവരുടെ ജീവിതം, അതിനകത്തുള്ള അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക്, വളരെ പ്രാദേശികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ആ കഥ എന്ന് വന്നത് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പുതുകാലം, പുതിയ എഴുത്ത്, പുതിയ വായന, അവയെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു സംവാദം മാത്രമാണ് നടന്നത്. സംവാദം ഒരിക്കലും അവസാനിക്കുന്നില്ല, സംവാദം തുടർന്നുകൊണ്ടേയിരിക്കും. എഴുത്ത് ഒരിക്കലും നിശ്ചലമല്ല. അടിത്തറയുടെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുമ്പോൾ അതിൽ കെട്ടിപ്പോക്കുന്ന മേൽപ്പുരയായ എഴുത്തിന് മാറ്റമുണ്ടായേ മതിയാകും. മാറിവരുന്ന കാലത്തിൻ്റെ ചിത്രങ്ങളെ, കാലത്തിൻ്റെ പ്രത്യേകതകളെ, വൈകാരിക അനുഭവങ്ങളെ, പുതിയ കാഴ്ചകളെ രേഖപ്പെടുത്തിക്കൊണ്ട് സാഹിത്യം മുന്നോട്ട് പോകും. അവയിൽ നല്ലതേത്, തീയതേത് നിശ്ചയിക്കുന്നത് യഥാർത്ഥ അനുവാചകനാണ്. വായനക്കാരനുണ്ട്, അനുവാചകനുണ്ട്. വാചകത്തിന് പുറകെ സഞ്ചരിക്കുന്നവനാണ് യഥാർത്ഥമായി കൃതിയെ വിലയിരുത്തുക. വായനക്കാരൻ വായിക്കുന്നു, എന്താണ് കഥയെന്ന് മാത്രം അന്വേഷിച്ചു പോകുന്നു. അനുവാചകൻ വാക്കുകൾക്കിടയിലുള്ള വെള്ളിവിടവിലേക്ക് സഞ്ചരിച്ചു പോകും. അങ്ങനെയാണ് യഥാർത്ഥ വായന ഉണ്ടാകേണ്ടത്, വായനക്കാരനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടത്. കൃതികൾ ഉണ്ടാകട്ടെ, എത്രയെങ്കിലും ഉണ്ടാകട്ടെ.
കാലം ഏതാണ് സൂക്ഷിക്കേണ്ടത്, ഏതാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് തിരിച്ചറിയുക തന്നെ ചെയ്യും. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി.